ഹലോ നമസ്കാരം. ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 84 കിലോയിൽ നിന്നും 64 കിലോ വരെ ആക്കി, അതും വീട്ടിലെ ഫുഡ് കഴിച്ചുകൊണ്ട്. എന്താണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഫുഡ്, അത് മാത്രം കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു 20 കിലോ വരെ കുറച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 6 മാസമൊക്കെ ആയി കാണും ഞാനൊരു 20 കിലോ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 2024 മെയ്യിലായിരുന്നു ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊരു ഏകദേശം ഒരു നവംബർ ആകുമ്പോഴേക്ക് തന്നെ എൻ്റെ ഒരു ഹൈഡിൽ വെയിറ്റിലായിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാളാണ് കേട്ടോ. 164 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് വരുന്നത് സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹൈഡിൽ വെയിറ്റ് എന്ന് പറയുന്നത് 64 kg ആയിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഒരു വെയിറ്റൊക്കെ ആയി ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയത്ത്, അത് കഴിഞ്ഞ നവംബറിലാണ് എനിക്ക് വെക്കേഷൻ വരുന്നത്. അങ്ങനെ നാട്ടിലേക്ക് പോയ സമയത്താണ് എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ്ലി താളം തെറ്റിപ്പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ അമ്മമാരെന്ന് പറയുന്നത് എന്താ, അവർക്ക് നമ്മൾ മെലിയുന്നതൊക്കെ ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മച്ചിക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെ ഒക്കെ വിചാരം നമ്മൾ മെലിയുന്നത് എന്തോ അസുഖം കൊണ്ടാണെന്ന് കേട്ടോ. അപ്പോൾ അവർക്ക് എന്നെ എയർപോർട്ടിൽ നിന്ന് കണ്ട ഉടനെ ആദ്യം ചോദിച്ചത് നിനക്ക് എന്താ ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. എന്താണ് ഇങ്ങനെ മെലിയാൻ കാരണം എന്നൊക്കെ. ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ, അതായത് കുഞ്ഞിൽ മുതലേ കുറച്ചൊരു ഉഷാറുള്ള കൂട്ടത്തിലാണ്. അല്ലാതെ നമ്മുടെ ഒരു ഹൈറ്റിനൊത്ത വെയിറ്റ് അല്ലായിരുന്നു, കുറച്ചും അധികമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2 ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നന്നായിട്ട് കൂടി. അപ്പം എപ്പോഴും എന്നെല്ലാവരും കണ്ടിരിക്കുന്നത് കുറച്ച് അത്യാവശ്യം നല്ല തടികളുള്ള ഒരാളായിട്ടായിരുന്നു എല്ലാവരും കണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ മെലിഞ്ഞിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും വല്ല അസുഖം വന്നിട്ടാണോ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി എത്തി. അവിടുന്ന് എനിക്ക് 1-2 ദിവസമൊക്കെ ഡയറ്റ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയട്ടോ. അവസാനം ഉമ്മയും വാപ്പയൊക്കെ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരുന്ന വല്ലത് അസുഖം വരും. അവർ വിചാരം ഒത്തിരി ഫുഡ് കഴിച്ച് കഴിഞ്ഞാലാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അവരുടെ കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഡയറ്റൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു മതി, ഡയറ്റ് കുറച്ചൊന്ന് നിർത്താമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ പഴയതുപോലെ തന്നെ നോർമലി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ആദ്യത്തെ 1-2 ദിവസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എന്താ പറയുക, നമ്മൾ പഴയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ വീണ്ടും മാറി. അവിടെയാണ് എൻ്റെ ലൈഫ് വീണ്ടും ചേഞ്ച് ആയത് കേട്ടോ. ഇപ്പം നവംബറിലാണ് ഞാൻ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തത്. ഡിസംബറും ജാനുവരി ഫസ്റ്റ് വീക്കായിരുന്നു ഞാൻ നാട്ടിലുണ്ടായിരുന്നത്. ആ സമയം വരെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡയറ്റ് ചെയ്യുന്നൊരു സമയത്ത് ഞാൻ അവോയ്ഡ് ചെയ്ത 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഷുഗർ. അത് രണ്ടും ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, മെയിൻലി നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫലൂദൊക്കെ ഡെയിലി കുടിക്കും. അത്രയും ഇഷ്ടമുള്ളൊരു വ്യക്തി കേട്ടോ. അങ്ങനെയുള്ള ഞാൻ 6 മന്തായിട്ട് ഷുഗർ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും തട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒലീവ് ഓയിൽ. ഇത് രണ്ടാണ് ഓയിലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം. അങ്ങനെ നാട്ടിൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയപ്പം എനിക്ക് വീണ്ടും എൻ്റെ പഴയതുപോലെ തന്നെ ഷുഗറിനോടൊക്കെ ഭയങ്കര ക്രേവിങ്സ് വന്നു. ഐസ്ക്രീം കഴിക്കണം, ചോക്ലേറ്റ് കഴിക്കണം. അങ്ങനെ ഡെയിലി ഈവനിങ് ആകുമ്പോൾ നമ്മൾ ടൗണിലൊക്കെ പോയി നന്നായിട്ട് ചോക്ലേറ്റും, പിന്നെ ആ ഒരു സമയത്തായിരുന്നു മറ്റേ ഗുനാഫ ചോക്ലേറ്റും ഒക്കെ നാട്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിച്ചു. ഫലൂദയും അതും ഇതും ഓരോ വെറൈറ്റി അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുന്ന് എൻ്റെ വെയിറ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ലതുപോലെ വെയിറ്റ് കൂടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഞാൻ ഷുഗറും മറ്റേ ഫ്രൈഡ് ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നൈറ്റൊക്കെ ആകുമ്പം ഒരു മിഡ് നൈറ്റ് ഒരു 11 ആവുന്ന സമയത്ത് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് അവിടുന്ന് ഈ തട്ടുകടയിലുള്ള ഫുഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വീണ്ടും വന്നിട്ട് കുറച്ച് ദിവസം അതുപോലെ തന്നെ മുന്നോട്ട് പോയോട്ടോ. കാരണം എനിക്ക് ഫുഡിനോടുള്ള ഒരു ഇഷ്ടവും ആർത്തി എന്നൊക്കെ പറയുന്നില്ല, അതെനിക്ക് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജനുവരി ഒരു 2nd വീക്ക് ഓർ 3rd വീക്കൊക്കെ ആകുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഷോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും എൻ്റെ പഴയ അതേ വെയിറ്റിലേക്ക് ഞാൻ തിരിച്ചെത്തി. ഏകദേശം ഒരു 76 കിലോ വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ജനുവരി 1st ഒരു 3rd വീക്ക് ആകുന്ന സമയത്ത്. അപ്പം
ആ ആ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണ് ഇന്ന് 64 76 അത്രയിലായിട്ടുള്ളൂ 12 കിലോയിലേ കൂടിയിട്ടുള്ളൂ. ഇനി എനിക്ക് ഡയറ്റൊക്കെ ചെയ്യാം ഒന്ന് ആ ഒരു മൈൻഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്, ആ വെയിറ്റ് നോക്കുന്ന സമയത്ത്. പക്ഷേങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഡയറ്റ് എടുക്കണമെന്ന് എൻ്റെ മനസ്സെന്നെ സമ്മതിക്കണില്ല. ഇനിയും ഫുഡ് കഴിക്കണം ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ. ഷുഗർ അത് കഴിക്കണം ഇത് കഴിക്കണം, അങ്ങനെ ഓരോ ദിബ ബേക്കറിലൊക്കെ പോയിട്ട് അവിടുത്തെ ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും തിന്നണം എന്നുള്ളൊരു താല്പര്യം. അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നോമ്പ് വരുന്നത്. അങ്ങനെ ഫെബ്രുവരിയിലും മാർച്ച് 1 നോമ്പ് വന്നു. അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നോമ്പല്ലേ, നോമ്പിനും കൂടി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് എന്താ പറയുന്നത് നമുക്ക് ഡയറ്റ് ഈദും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈദും കൂടി നോമ്പിന് അത്യാവശ്യം നന്നായിട്ടുള്ള കട്ട്ലേറ്റ്, ചിക്കൻ റോള്, ഞാൻ ഒരു മലബാരി നാട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ പൊരിക്കടികളും ജ്യൂസും അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അത്താഴത്തിനൊക്കെ നമ്മുടെ രാവിലെ ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് പത്തിരിയും ബീഫും അങ്ങനെയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഈ ഒരു മാസവും എന്താ പറയുന്നത് വെയിറ്റിംഗ് മെഷീൻ തൊട്ടിട്ടേ ഇല്ല കേട്ടോ, നോക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി എന്താ പറയുന്ന പഴയ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വന്നു. ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വെയിറ്റ് കൂടും. എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ, 6 മാസം ഞാൻ ഡയറ്റൊക്കെ ചെയ്തില്ലേ, അപ്പം ഓവറായിട്ടൊന്നും വെയിറ്റ് കൂടില്ല, അല്ലെങ്കിൽ അത് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാണ്ട് പറ്റും, അല്ലെങ്കിൽ വീണ്ടും 6 മാസം നിന്ന പോലെ എനിക്ക് ഡയറ്റ് ചെയ്യാണ്ട് പറ്റും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ ഈദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏപ്രിൽ 1st വീക്ക് ഈദും കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കുന്നത്. അപ്പം വീണ്ടും കൂടിയിരിക്കുന്നത് 81.7 or 8 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് എൻ്റെ തലയിലൊരു അടി കിട്ടിയത്. നമ്മൾക്ക് തലേൻ്റെ ബാക്കിലൊരു അടി കിട്ടിയാലുണ്ടാകുന്നൊരവസ്ഥയില്ലേ, ഇത്രയും വെയിറ്റ് വീണ്ടും കൂടി, ഞാനിത് എങ്ങനെ കുറക്കും, എനിക്ക് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇതിൻ്റെ പകരം തന്നെ എനിക്ക് നല്ല ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, നെക്ക് പെയിന്, അങ്ങനെയുള്ള വേദനകളുണ്ടല്ലോ. എനിക്കൊട്ടും എന്താ പറയുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഈ മുഖത്തൊക്കെ പിമ്പിൾസ് വരാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഷുഗറൊക്കെ ഓയിലൊക്കെ തട്ടുന്ന സമയത്ത് പിമ്പിൾസൊക്കെ വരാനുണ്ടായിരുന്നു. പക്ഷെ ആ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കംപ്ലീറ്റ് പോയതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ സ്കിന്നായിട്ട് മാറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പഴയൊരു സ്റ്റേജിലെത്തിയ സമയത്ത് തന്നെ വീണ്ടും പിമ്പിൾസ് വന്നു. പിന്നെ അതിനെ നോക്കി പൊട്ടിച്ചു, അതിൻ്റെ മാർക്ക് വന്നു. അങ്ങനെയൊക്കെ ആകെ മൊത്തം കുലുമായിലായിട്ടുള്ള സമയത്ത് അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഡയറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചാൽ ആ ഡയറ്റ് നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്നും അത് കൺട്രോൾ ആയിരിക്കണം. നമ്മൾ എന്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും വാരി വലിച്ച് കഴിക്കാതെ, എന്താ പറയുന്നത്, നമ്മളെ ഡയറ്റ് നമ്മൾ പുറത്ത് പോവാതെ നമുക്കത് ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റണം. അയ്യോ ഡയറ്റ് ചെയ്യണമല്ലോ, അത് കഴിക്കണോ, ഇത് കഴിക്കാൻ പാടില്ല, ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആ ഒരു നമുക്കൊരു തലയിലൊരു ഭാരം ഒഴിവാക്കിയിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈല്, നമ്മൾ എന്താണോ കഴിക്കുന്നത്, എന്ത് കഴിച്ചാലും അത് ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ തന്നെ ചിന്തിക്കും, ഇത് കഴിച്ചാൽ നമുക്കിത് കിട്ടും, ഇത് കഴിച്ചാൽ നമുക്കിത് സ്കിന്നിന് നല്ലതാണ്, നമുക്ക് നല്ല ഗ്ലോയിങ് സ്കിന്ന് കിട്ടും, അല്ലെങ്കിൽ നല്ല ഫിറ്റായിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു ചിന്ത വരും. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എത്രത്തോളം നമ്മളെ ഹെൽത്തി ആയിരിക്കുന്നു അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ സ്കിന്നിനായിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, എല്ലാം തന്നെ. നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ 2 കുട്ടികളെയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് നന്നായിട്ട് വയറ് ചാടുക, നമ്മൾക്ക് കുറിച്ചൊന്നും ആലോചിക്കുന്നേ ഇല്ല. എല്ലാം ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ കഴിക്കുക. ഇപ്പം എൻ്റെ ഒക്കെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വാരി കൊടുക്കും ഭക്ഷണമൊക്കെ. അപ്പോൾ അവർ കഴിച്ചതും കൂടി ബാക്കി വെക്കുമല്ലോ, അതും ഞാൻ കഴിക്കും, എൻ്റെ പോർഷനും ഞാൻ കഴിക്കും. അങ്ങനെ ഫുഡിനോട് ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്, ആസ്വദിച്ച് കഴിക്കാനും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരം കേട്ടോ, എനിക്കത് ഒഴിവാക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിപ്പോൾ വീണ്ടും ഡയറ്റൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ ഹെൽത്തി ആയിട്ട്. ഇനി ഒരിക്കലും പഴയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് എനിക്കൊരിക്കലും മാറണ്ടെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഇനി മുന്നോട്ടുള്ള ജേണിയിൽ ഉണ്ടാവുമെന്നും
ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.